ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയം നേടി മുസ്ലിം ലീഗ്. മത്സരിച്ച 27 സീറ്റിൽ 22 മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 3 സീറ്റിലെ പരാജയം 2000-ൽ താഴെ വോട്ടിന് മാത്രമാണ്. പേരാമ്പ്രയിൽ നിന്ന് ജയിച്ച ഫാത്തിമ തഹലിയ ലീഗിന്റെ ആദ്യ വനിതാ MLA ആയി. മലപ്പുറത്ത് 85,000-ലധികം ഭൂരിപക്ഷം നേടി PK കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ റെക്കോർഡ് വിജയം നേടി. ഇത് UDFന്റെ ടീം വർക്കിന്റെ വിജയമെന്ന് സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. ഇത് ഒരു ടീം വർക്കിന്റെ വിജയമാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ടീം വർക്കിന്റെ വിജയമാണ് ഈ ഇലക്ഷനിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത്. ഇനി ബാക്കി കാര്യങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തുകൊണ്ട് ഭാവി കാര്യങ്ങളുടെ ഒക്കെ എല്ലാം ഒരു തീരുമാനങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. നല്ല വിജയമുണ്ടായി. ഈ പരസ്പരം ഉള്ള കൂടിയാലോചനയിലൂടെ ഞങ്ങളെ ലീഡ് ചെയ്യുന്ന കോൺഗ്രസിനകത്ത് ചർച്ച നടക്കണം. അതുപോലെ തന്നെ അതിനുശേഷം അവർ ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്യും. ആ ചർച്ച ഞങ്ങൾ പാർട്ടിയിൽ ചർച്ച നടത്തും അല്ലേ? അങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ. ഞങ്ങളൊക്കെ വളരെ കാലം UDFിലും മന്ത്രിസഭയിലും ഒക്കെ ഇരുന്നതല്ലേ. അപ്പോൾ ആ പ്രൊസീജിയറൊക്കെ അനുസരിച്ച് കാര്യങ്ങൾ നടത്തും. വിവരങ്ങൾ നൽകാനായി മുഹമ്മദ് അസ്ലം ചേരുകയാണ്. അസ്ലം, ഇത്തവണ UDFനെ അധികാരത്തിലേറ്റാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് മുസ്ലിം ലീഗ് തന്നെയാണ്. അപ്പോൾ ആ വർക്കിന്റെ ഫലം കണ്ടു എന്ന വിലയിരുത്തലിലും സന്തോഷത്തിലുമാണോ മുസ്ലിം ലീഗ്? ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള എന്ന പാർട്ടി എന്ന അർത്ഥത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി മുസ്ലിം ലീഗ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമാവുകയാണ്. 25-ൽ 27 സീറ്റുകളിൽ 22 സീറ്റുകളും വിജയിച്ചു എന്ന് മാത്രമല്ല, വിജയിച്ച സീറ്റുകളിലൊക്കെ തന്നെയും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ, മലപ്പുറത്താണെങ്കിൽ 80,000-ന് മുകളിൽ തുടങ്ങുന്ന ഭൂരിപക്ഷത്തോടു കൂടി 50-40 കുറഞ്ഞ സീറ്റുകളില്ല എന്ന രീതിയിൽ വലിയ ഭൂരിപക്ഷത്തിലേക്ക് വിജയിക്കുന്നു. മലപ്പുറത്ത് മത്സരിച്ച എല്ലാ സീറ്റിലും 12 സീറ്റിലും വിജയിക്കുന്നു. കോഴിക്കോട് മത്സരിച്ച എല്ലാ സീറ്റിലും 6 സീറ്റിലും വിജയിക്കുന്നു. കാസർഗോഡ് മത്സരിച്ച 2 സീറ്റിലും വിജയിക്കുന്നു. പാലക്കാട് മത്സരിച്ച 1 സീറ്റിൽ വിജയിക്കുന്നു. അതോടൊപ്പം തന്നെ കളമശ്ശേരി, എറണാകുളത്തും നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കാൻ 22 സീറ്റുകളാണ് വിജയിച്ചത്. തോറ്റ സീറ്റുകളുടെ എണ്ണം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ വോട്ടെണ്ണ എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ UDFന്റെ അല്ലെങ്കിൽ ലീഗിന്റെ പോരാട്ടത്തെക്കുറിച്ച് അറിയാം. അഴീക്കോട് 349 വോട്ടുകൾക്കാണ് തോറ്റുന്നത്. നിസ്സാരമായ വോട്ടുകൾക്കാണ്. കൂത്തുപറമ്പിലാണെങ്കിൽ 1286 വോട്ടുകൾക്കാണ് തോൽക്കുന്നത്. ഗുരുവായൂരാണെങ്കിൽ 1988, 2000 വോട്ടുകൾക്ക് താഴെ ആണ് ഈ 3 സീറ്റുകളും തോറ്റിരിക്കുന്നത്. പുനലൂരും ചേലക്കരയും മാത്രമാണ് വലിയ ഗ്യാപ്പ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ ഏറ്റവും മികച്ച പ്രകടനം 2011 നിയമസഭയിലുള്ള 21 MLA-മാരാണ് ഇതുവരെയുള്ള റെക്കോർഡ്. അത് തിരുത്തി കുറിച്ചുകൊണ്ട് 22 MLA-മാർ എന്നതിലേക്ക് വന്നിരിക്കുന്നു. മാത്രമല്ല 2 ജില്ലകളിൽ 3 ജില്ലകളിൽ മത്സരിച്ച എല്ലാ സീറ്റുകളിലും വിജയിച്ചു. ഏറ്റവും കൂടുതൽ സീറ്റുകൾ വിജയിച്ചു എന്ന ഒരു ചരിത്രം കൂടി വരികയാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ വളരെ കൃത്യമായ അടുക്കും ചിട്ടയോട് പുതിയ താരങ്ങളെ എല്ലാം ഇറക്കിക്കൊണ്ടുള്ള പ്രകടനമൊക്കെ വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിനെ സംബന്ധിച്ചുള്ള പല ചർച്ചകൾ ലീഗിനകത്തും ലീഗിനുമായി ബന്ധപ്പെട്ട സംസ്ഥയ്ക്കകത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും 2 സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. അതിൽ ഒരു സ്ഥാനാർത്ഥി ആദ്യമായി വിജയിക്കുന്നു. അത് LDFന്റെ സംസ്ഥാന കൺവീനറെ തന്നെ തോൽപ്പിച്ചുകൊണ്ട് വിജയിക്കുന്നു. മറ്റൊരു സ്ഥാനാർത്ഥിയാണെങ്കിലും പോലും നേരിയ ഭൂരിപക്ഷത്തിലാണ് കൂത്തുപറമ്പിൽ ജയന്തിരാജൻ തോൽക്കുന്നു. ആ അർത്ഥത്തിൽ ഏറ്റവും മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിന് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ UDFന്റെ പൊതുവായ തരംഗം കൂടിയായപ്പോൾ ആ വിജയത്തിന്റെ തിളക്കം ഒന്നുകൂടി കൂടി. എന്തായാലും ലീഗിനെ സംബന്ധിച്ചിടത്തോളം മലബാറിൽ പ്രത്യേകിച്ച് UDFന്റെ കരുത്തായിരുന്ന ലീഗ് കുറച്ചുകൂടി കരുത്ത് കാട്ടിയിരിക്കുന്നു. ആദ്യ വനിതാ MLA വരികയാണ്. ഫാത്തിമ തഹ്ലി എത്തുകയാണ്. അതും എവിടെ നിന്ന്? പേരാമ്പ്രയിൽ നിന്ന് TP രാമകൃഷ്ണനെ പരാജയപ്പെടുത്തിക്കൊണ്ട്. ലീഗിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത് വനിതാ സ്ഥാനാർത്ഥികൾക്ക് ഇടം കൊടുക്കാത്തതും അതുകൊണ്ട് വനിതാ നേതാക്കൾക്ക് ഇടം കൊടുക്കാത്തതായിരുന്നു. മുസ്ലിം സമുദായം ബന്ധപ്പെട്ട സാമുദായിക സംഘടനകളുടെ സമ്മർദ്ദം ഇക്കാര്യത്തിൽ വലിയതായിരുന്നു. അതേസമയം തന്നെ അതിനെ ഘട്ടം ഘട്ടമായി മറികടക്കാനുള്ള ലീഗിന്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ ഊർജ്ജം നൽകുന്നതാണ് ഫാത്തിമ തഹ്ലിയുടെ വിജയം എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ കമറുന്നിസ അൻവറിനെയും അതോടൊപ്പം നൂർബിന റഷീദയൊക്കെ പരീക്ഷിച്ചപ്പോഴും പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്തൊരു വിജയത്തിലേക്ക് ഒരു കാത്തിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഫാത്തിമ തഹ്ലിയെ പേരാമ്പ്രയിൽ മത്സരിക്കുന്ന ഒട്ടും അല്ലെങ്കിൽ അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നില്ല. അവിടെ വലിയ തോതിലുള്ള വെല്ലുവിളികൾ നേരിട്ടു. എന്നാൽ പോലും അവർ വിജയിച്ചതോടുകൂടി ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ MLA എന്ന തരത്തിൽ ഫാത്തിമ തഹ്ലിയുടെ പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. മാത്രമല്ല ജയന്തിരാജനോട് നേരിയ ഭൂരിപക്ഷത്തിനാണ് പരാജയപ്പെട്ടത്. ഇനി എന്തായാലും അടുത്ത തവണ അവർക്ക് മലപ്പുറത്ത് തന്നെ സീറ്റ് കൊടുക്കുന്നതിൽ വനിതയ്ക്ക് സീറ്റ് കൊടുക്കുന്നതിന് ഒരുപക്ഷെ ഒരു ആലോചിക്കൊണ്ട് പോലും വരില്ല. എന്ന് പറഞ്ഞാൽ വനിതാ MLA-മാർ വനിതാ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് കൂടി ലീഗിന്റെ ഭാഗമായി മാറുകയാണ്. എന്തായാലും ചരിത്രം കുറിക്കുന്ന ഒരു വിജയം തന്നെയാണ് ഫാത്തിമ തഹ്ലിക്ക് ഉണ്ടായിരിക്കുന്നത്. ലീഗിന്റെ ആദ്യ MLA എന്നതിൽ അവരുടെ ചരിത്രത്തിൽ അവരുടെ പേര്
രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ സംശയമില്ല. യെസ്, അതാണ് എന്തായാലും ഇത്തവണ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് നടത്തി മുസ്ലിം ലീഗ് വലിയ വിജയം നേടിയിരിക്കുകയാണ്. 22 സീറ്റാണ്, 27 സീറ്റിൽ മത്സരിച്ച് 22 സീറ്റ് ലീഗിന് ലഭിക്കുകയും ചെയ്തു. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.